നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരുമിച്ച് ഒരു പ്രൊജക്ട് ചെയ്യും? ഒരുമിച്ച് പോയിട്ട് ഞാൻ എന്റെ ലൈഫിൽ ഇനി മരണം വരെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതിന്റെ ഇടയ്ക്ക് വേറൊരു തമാശ കൂടി സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാനിപ്പോ എം നിഷാദ് സാറിന്റെ പടം ചെയ്തിരുന്നു, ഒരു അന്വേഷണത്തിൽ തുടക്കം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിരുന്ന റിയാസ് പട്ടാമ്പി, പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ പാട്ടിൻ്റെ ഒക്കെ ഒരു അസുഖമുള്ള ആളാണ്. ഇടയ്ക്ക് പാട്ട് എഴുതും, ട്യൂൺ ചെയ്യും, അങ്ങനെ. അപ്പോൾ ആ ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോൾ നവാസ് ഒരു പാട്ട് ഇങ്ങനെ മനസ്സിലുണ്ട്, ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ മൂളുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിനും തന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ പാട്ട് പിന്നെ ഇങ്ങനെ ട്യൂൺ ചെയ്ത്, അപ്പോൾ ഞാൻ വീട്ടിലെത്തിന് ഇവൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇവൻ്റെ മനസ്സിലുണ്ട് സംഭവം, ഇതാണ് ട്യൂണൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. നീ അത് ലിറിക്സ് മൊത്തം ആക്കുക എന്നിട്ട് ശേഷം എന്ന് പറഞ്ഞ് പിന്നെ കേൾപ്പിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രണയമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സംഭവം, പക്ഷേ നൊസ്റ്റാൾജി ഉള്ളൊരു ഫീലുണ്ട് അതിന്. ഞാൻ പറഞ്ഞു പാടാൻ, ഞാനത് പാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വെച്ച് നീ അത് ചെയ്തു. അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴാണ് ഭംഗിയാവുള്ളൂ. അപ്പോൾ ഇക്കാടെ എന്തെങ്കിലും പ്രശ്നം ചെയ്യാൻ ഒരു രക്ഷയില്ല, നീ ആരെയും ട്യൂൺ ഷൂട്ട് ചെയ്തു, അത് പുതിയ പിള്ളേരൊക്കെ വെച്ച് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ശരി എന്നൊക്കെ പറഞ്ഞ് പോയി. ഇവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാനതിനെ ഒരു വിഷ്വൽ സംഭവം എന്നെ ഇങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അതായത് ഇക്കയും ഇത്തയും കൂടി ചെയ്ത ഞാൻ പറഞ്ഞത് വന്ന് കയറുന്ന സംഭവമാണ് പറഞ്ഞത്.